ഹായ് എവ്രി വൺ, എല്ലാവർക്കും ദസ്തക് ലേണിംഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് 8ാം ക്ലാസ്സിലെ സുഖദുഃഖ് എന്ന കവിതയുടെ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് ആണ്. നിങ്ങൾക്കെല്ലാവർക്കും അറിയാമല്ലോ, സുഖദുഃഖ് എന്ന കവിത എഴുതിയിരിക്കുന്നത് ശ്രീ സുമിത്രാനന്ദൻ പന്ത് ആണ്. ഈ കവിതയെക്കുറിച്ച് നമ്മൾ മുൻപ് വിശദമായി തന്നെ ചർച്ച ചെയ്തിട്ടുണ്ട്. ഇന്ന് നമുക്ക് ഈ കവിതയുടെ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സിലേക്ക് കടക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. സുഖ ദുഃഖ की घेल मिचौनी घोले जीवन अपना मुख इन पंक्तियों का आशय क्या है? സുഖദുഃഖത്തിന്റെ കണ്ണുപൊത്തിക്കളിയിൽ ജീവിതം അതിന്റെ മുഖം തുറക്കുന്നു. ഈ വരികളുടെ ആശയം എന്താണ്? അപ്പോൾ നമുക്ക് ഈ ചോദ്യത്തിന്റെ ഉത്തരം നോക്കാം. ജീവൻ മേ സുഖ और दुख हमेशा आते रहते हैं. ജീവിതത്തിൽ സുഖവും ദുഃഖവും എപ്പോഴും വന്നുകൊണ്ടേയിരിക്കും. സുഖ കെ ബാദ് ദുഃഖ് और दुख के बाद सुख आते जाते हैं. സുഖത്തിനു ശേഷം ദുഃഖവും ദുഃഖത്തിനു ശേഷം സുഖവും വന്നുപോയിക്കൊണ്ടേയിരിക്കും. തഭി ഹമാരാ ജീവൻ പരിപൂർണ്ണ ഹോത്താ ഹെ. അപ്പോഴാണ് നമ്മുടെ ജീവിതം പൂർണ്ണമാകുന്നത്. ഇസ്ലിയെ കഹത്തെ ഹെ കി സുഖ ദുഃഖ കെ മിലൻ മേ ജീവൻ കാ അസ്ലി മുഖ് ഖുൽത്താ ഹെ. അതുകൊണ്ടാണ് പറയുന്നത്, സുഖദുഃഖത്തിന്റെ കൂടിച്ചേരലിൽ മാത്രമാണ് ജീവിതത്തിന്റെ യഥാർത്ഥ മുഖം തുറക്കുന്നത് എന്ന്. ഒന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ. ഇനി നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഫിർ ഘൻ മേ ഓജൽ ഹോ ശശി, ഫിർ ശശി സെ ഓജൽ ഹോ ഗൻ. യഹാം ഗൻ ഓർ ശശി കിൻ കിൻ കെ പ്രതീക് ഹെ. മേഘങ്ങളാൽ ചന്ദ്രൻ അപ്രത്യക്ഷമാകുന്നു. പിന്നീട് ചന്ദ്രനാൽ അല്ലെങ്കിൽ ചന്ദ്രന്റെ പ്രഭയാൽ മേഘവും അപ്രത്യക്ഷമാകുന്നു. ഇവിടെ മേഘവും ചന്ദ്രനും എന്തിൻ്റെയെല്ലാം പ്രതീകങ്ങളാണ്? ഇതാണ് രണ്ടാമത്തെ ചോദ്യം. അതിന്റെ ഉത്തരം നമുക്ക് നോക്കാം. യഹാം ഗൻ ദുഃഖ് കാ പ്രതീക് और ശശി സുഖ് കാ പ്രതീക് ഹെ. ഇവിടെ മേഘം ദുഃഖത്തിന്റെയും ചന്ദ്രൻ സുഖത്തിന്റെയും പ്രതീകമാണ്. ഈ വരികളിൽ കവി ഉദ്ദേശിക്കുന്നത്, ഇരുണ്ടു മൂടിക്കിടക്കുന്ന മേഘത്തിനെ ചന്ദ്രൻ അതിന്റെ പ്രഭയാൽ മറയ്ക്കുന്നതുപോലെ ജീവിതത്തിൽ ഇരുണ്ടു മൂടിക്കിടക്കുന്ന ദുഃഖങ്ങളെ മറയ്ക്കാൻ സുഖവും, അതുപോലെ തന്നെ പിന്നീട് ആ സുഖത്തെ മറച്ചുകൊണ്ട് ദുഃഖവും എത്തുമെന്നാണ് കവി ഈ വരികളിൽ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഘൻ ദുഃഖിന്റെയും ശശി സുഖിന്റെയും പ്രതീക് ആണ്. ഇനി നമുക്ക് മൂന്നാമത്തെ ചോദ്യം നോക്കാം. അവിരത് സുഖ് ഭി ഉത്പീഡൻ, ക്യാ ആപ് ഇസ്സെ സഹമത് ഹെ, ക്യോं? നിരന്തരമായ സുഖവും പീഡനമാണ്. താങ്കൾ ഈ അഭിപ്രായത്തോട് യോജിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ എന്തുകൊണ്ട്? അപ്പോൾ ഈ ചോദ്യത്തിന്റെ ഉത്തരം നമുക്ക് നോക്കാം. മേ ഇസ് കഥൻ സെ സഹമത് ഹൂം. ഞാൻ ഈ അഭിപ്രായത്തോട് യോജിക്കുന്നു. ക്യോങ്കി സുഖ ദുഃഖ കെ മിലൻ സേ ഹി ജീവൻ പരിപൂർണ്ണ ഹോത്താ ഹെ. എന്തുകൊണ്ടെന്നാൽ സുഖവും ദുഃഖവും കൂടിച്ചേരുമ്പോഴാണ് ജീവിതം പൂർണ്ണമാകുന്നത്. ദുഃഖ കെ ആനെ പർ ഹി ഹം സുഖ കി അഹമിയത്ത് പഹചാൻതെ ഹെ. ദുഃഖം വരുമ്പോഴാണ് നമ്മൾ സുഖത്തിന്റെ വില എന്താണെന്ന് തിരിച്ചറിയുന്നത്. ഓർ ജിന്ദഗി കാ അർത്ഥ സമജ്തെ ഹെ. അങ്ങനെ നമ്മൾ ജീവിതത്തിന്റെ യഥാർത്ഥ അർത്ഥം എന്തെന്ന് മനസ്സിലാക്കുന്നു. അതായത് സുഖത്തിന്റെ വില എന്തെന്ന് അറിയണമെങ്കിൽ നമ്മൾ എപ്പോഴെങ്കിലും ജീവിതത്തിൽ ദുഃഖം അനുഭവിച്ചിട്ടുണ്ടാകണം. നിരന്തരമായ സുഖം കൊണ്ട് നമ്മൾ ജീവിതത്തിന്റെ യഥാർത്ഥ അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കുന്നില്ല. ഇനി അടുത്ത ചോദ്യം നോക്കൂ. കവിതാ സെ ശബ്ദയുഗ്മോं का चयन करके लिखे. കവിതയിൽ നിന്നും ശബ്ദയുഗ്മങ്ങൾ തിരഞ്ഞെടുത്ത് എഴുതുക. അപ്പോൾ എന്താണ് യുഗ്മശബ്ദങ്ങൾ? നമുക്ക് നോക്കാം. ഹിന്ദി में ऐसे अनेक शब्द हैं जिनका उच्चारण प्रायः समान होता है किंतु उनके अर्थ भिन्न होते हैं. അപ്പോൾ ഹിന്ദിയിൽ ഒരുപാട് ഇങ്ങനെയുള്ള വാക്കുകളുണ്ട്. അതായത് അവയുടെ ഉച്ചാരണം ഏകദേശം സമാനമായിരിക്കും, പക്ഷേ അർത്ഥത്തിൽ വ്യത്യാസം ഉണ്ടാകും. ऐसे शब्दों को हम युग्म शब्द कहते हैं.
അങ്ങനെയുള്ള വാക്കുകളെയാണ് നമ്മൾ യുഗ്മ ശബ്ദങ്ങൾ അല്ലെങ്കിൽ ശബ്ദയുഗ്മം എന്ന് പറയുന്നത്. അപ്പോൾ ഈ കവിതയിൽ അങ്ങനെയുള്ള വാക്കുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. സുഖ് ദുഃഖ്, നിശാ ദിവ, സോത്ത ജാഗ്ത, വിരഹ് മിലൻ, ഹാസ് അശ്രു. അപ്പോൾ ഇതൊക്കെയാണ് സുഖദുഃഖ് എന്ന കവിതയിലെ ശബ്ദയുഗ്മം. അപ്പോൾ ഇതുവരെയുള്ള ചോദ്യങ്ങളെല്ലാം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ഒരു പദപ്രശ്നമാണ് ചെയ്യാനുള്ളത്. നോക്കൂ. വർഗ പഹേലിക്ക് പൂർത്തീകരെ. വർഗ പഹേലി എന്ന് പറഞ്ഞാൽ പദപ്രശ്നം. പദപ്രശ്നം പൂരിപ്പിക്കുക. അപ്പോൾ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലായി ഒരു പദപ്രശ്നം തന്നിട്ടുണ്ട്. അതിൽ ദായി ഓർ വലത്തോട്ട് എഴുതാനുള്ള 4 ചോദ്യങ്ങളും നീച്ചേക്ക് ഓർ താഴോട്ട് എഴുതാനുള്ള 6 ചോദ്യങ്ങളും തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓരോ ചോദ്യവും എന്താണെന്ന് നോക്കി അതിൻ്റെ ഉത്തരം നൽകിയിട്ടുള്ള ഓരോ കോളങ്ങളിലായി എഴുതാം. അപ്പോൾ നോക്കൂ, ആദ്യത്തെ ചോദ്യം എന്താണ്? മുഖ് കാ സമാനാർത്ഥി ശബ്ദ്. മുഖ് എന്ന വാക്കിന്റെ സമാനാർത്ഥി, സമാന അർത്ഥമുള്ള വാക്ക് ഏതാണ് എന്നാണ് ഒന്നാമത്തെ ചോദ്യം. അപ്പോൾ നമ്മൾ ഇവിടെ പദപ്രശ്നത്തിൽ 1 എന്ന് തന്നിരിക്കുന്ന കോളത്തിൽ നിന്നും വലത്തേക്കാണ് നമ്മൾ ഇതിന്റെ ഉത്തരം എഴുതേണ്ടത്. അപ്പോൾ ഇവിടെ 1 എന്ന കോളത്തിൽ നിന്നും 3 കള്ളികൾ ആണ് ഒഴിഞ്ഞു കിടക്കുന്നത്. അപ്പോൾ 3 അക്ഷരങ്ങളുള്ള ഒരു വാക്കായിരിക്കും മുഖ് എന്ന വാക്കിന്റെ സമാന അർത്ഥമുള്ള വാക്കായി നമ്മൾ എഴുതേണ്ടത്. അപ്പോൾ എന്തായിരിക്കും? മുഖം എന്നതിന് സമാന അർത്ഥമുള്ള മറ്റൊരു വാക്കാണ് ആനൻ. അപ്പോൾ 1 എന്ന് എഴുതിയിരിക്കുന്ന കള്ളിയിൽ ആ, അടുത്ത കള്ളിയിൽ ന, അടുത്ത കള്ളിയിൽ ന. അങ്ങനെ ആനൻ എന്ന് എഴുതുമ്പോൾ നമുക്ക് ആ കോളങ്ങൾ പൂരിപ്പിക്കാനാവും. ഇനി രണ്ടാമത്തെ ചോദ്യം നോക്കൂ. സഫലത പാനെ കെ ലിയെ ഇസ്കി സരൂരത് ഹെ. സഫലത വിജയം, പാന നേടുക. സഫലത പാനെ കെ ലിയെ വിജയം നേടാനായി ഇസ്കി സരൂരത് ഹെ. സരൂരത്ത് ആവശ്യം, അതായത് വിജയം നേടാൻ ആവശ്യമായ കാര്യം എന്താണ്? അപ്പോൾ ആ ചോദ്യം 2 എന്ന് എഴുതിയിരിക്കുന്ന കോളത്തിൽ നിന്നും താഴേക്കാണ് എഴുതേണ്ടത്. അപ്പോൾ അവിടെ 1, 2, 3, 4 കള്ളികളാണ് ഒഴിഞ്ഞു കിടക്കുന്നത്. അപ്പോൾ എന്തായിരിക്കും ഇതിന്റെ ഉത്തരം? വിജയിക്കാൻ വേണ്ടി നമ്മൾ കഠിനാധ്വാനം ചെയ്യണം. അപ്പോൾ കഠിനാധ്വാനത്തിന് ഹിന്ദിയിൽ പറയുന്നത് മെഹനത്ത് എന്നാണ്. അപ്പോൾ 2 എന്ന് എഴുതിയിരിക്കുന്ന കള്ളിയിൽ മേ എന്നും അതിനടുത്തുള്ള കള്ളിയിൽ ഹ എന്നും അതിനു താഴെയുള്ള കള്ളിയിൽ ന, അതിനും താഴെ ത. മെഹനത്ത്. അതാണ് രണ്ടാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം. ഇനി നമുക്ക് മൂന്നാമത്തെ ചോദ്യം നോക്കാം. മേഘ് കെ ലിയെ ഇസ് കവിതാ മേ പ്രയുക്ത ശബ്ദ്. മേഘം എന്ന വാക്കിന് ഈ കവിതയിൽ ഉപയോഗിച്ചിട്ടുള്ള വാക്ക് ഏതാണ്? അപ്പൊ നമ്മൾ കഴിഞ്ഞ ചോദ്യത്തിൽ ആ വാക്ക് കണ്ടതാണ്. എന്താണ്? ഗൻ എന്നാണ് ഉത്തരം. അപ്പോൾ അത് എവിടെയാണ് എഴുതേണ്ടത്? 3 എന്നെഴുതിയിരിക്കുന്നിടത്ത് നിന്നും താഴേക്കാണ് ഇതിന്റെ ഉത്തരം എഴുതേണ്ടത്. അപ്പം ഉത്തരമാണ് ഗൻ. 3 എന്നെഴുതിയിരിക്കുന്ന കള്ളിയിൽ ഗ എന്നും അടുത്ത കള്ളിയിൽ ന എന്നും എഴുതിയാൽ ആ ചോദ്യത്തിന്റെ ഉത്തരമാവും. ഇനി നാലാമത്തെ ചോദ്യം നോക്കാം. കവിത മേ സൻസാർ കാ പ്രതീകാത്മക ശബ്ദ്. കവിതയിൽ സൻസാർ എന്ന വാക്കിന്റെ പ്രതീകാത്മക ശബ്ദം, പ്രതീകമായി എഴുതിയിരിക്കുന്ന വാക്ക് ഏതാണ്? സൻസാർ എന്ന് പറഞ്ഞാൽ എന്താണ്? ലോകം. അപ്പോൾ സുഖദുഃഖ് എന്ന കവിതയിൽ ലോകം എന്ന വാക്കിന് പ്രതീകാത്മകമായി എഴുതിയ വാക്ക് ഏതാണ്? ജഗ് എന്നാണ് സൻസാർ എന്ന വാക്കിന് പ്രതീകാത്മകമായി കവിതയിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് 4 എന്ന് എഴുതിയിരിക്കുന്ന ആ കള്ളിയിൽ ജ എന്നും അതിന് താഴെ ഗ എന്നും കൊടുക്കാം. കാരണം നാലാമത്തെ ക്വസ്റ്റ്യൻ എഴുതേണ്ടത് നീച്ചേക്ക് ഓർ, 4 നിന്നും താഴോട്ടാണ് എഴുതേണ്ടത്. അപ്പോൾ ജഗ് എന്ന് നമുക്ക് അവിടെ എഴുതാം. ഇനി 5ാമത്തെ ചോദ്യം. ഇസ്കാ അർത്ഥ് ഹേ ആകാശ്. അതായത് ഇതിന്റെ അർത്ഥമാണ്
ആകാശം. അതായത് ആകാശം എന്ന് അർത്ഥം വരുന്ന വാക്ക് കവിതയിൽ ഏതാണ് കൊടുത്തിരിക്കുന്നത് എന്നാണ് ഇവിടെ ചോദിക്കുന്നത്. ആകാശ് എന്ന വാക്കിന് കവിതയിൽ കൊടുത്തിരിക്കുന്നത് ഗഗൻ എന്നാണ്. അപ്പോൾ നമുക്ക് ഇവിടെ ഓൾറെഡി 5 എന്ന സ്ഥലത്ത് ഗ എന്ന അക്ഷരം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഗ വെച്ച് തുടങ്ങുന്ന ഒരു വാക്കാണ് കവിതയിൽ ആകാശത്തിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പൊ ഏതാണ് ആ വാക്ക്? ഗഗൻ. അപ്പോൾ ഇത് നമ്മൾ എഴുതേണ്ടത് ദായി ഓറാണ്, അതായത് വലത്തോട്ട്. അപ്പോൾ 5 നിന്നും വലത്തെ ഭാഗത്തേക്കാണ് നമ്മൾ ഗഗൻ എഴുതേണ്ടത്. അപ്പോൾ 5 എന്നെഴുതിയ കള്ളിയിൽ ഗ, അടുത്ത കള്ളിയിൽ ഗ, പിന്നെ ന, ഗഗൻ. അതാണ് 5ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം. ഇനി നമുക്ക് 6ാമത്തെ ചോദ്യം നോക്കാം. സുഖ ദുഃഖ കെ മിലൻ സെ യ പരിപൂർണ ഹോ ജാതാ ഹെ. സുഖദുഃഖത്തിന്റെ കൂടിച്ചേരലിൽ ഇത് പരിപൂർണമാകുന്നു. ഏതാണത്? സുഖദുഃഖത്തിന്റെ കൂടിച്ചേരലിൽ പരിപൂർണമാകുന്നത് ജീവിതമാണല്ലേ, ജീവൻ. അപ്പോൾ അതിന്റെ ഉത്തരമാണ് ജീവൻ. അപ്പോൾ നമ്മൾ ഇത് എഴുതേണ്ടത് 6 എന്നെഴുതിയ കള്ളിയിൽ നിന്നും വലത്തോട്ടാണ്. അപ്പോൾ ഇവിടെ നോക്കൂ, 6 എന്ന കള്ളിയിൽ ജി എന്നെഴുതണം, അടുത്ത കള്ളിയിൽ വ, പിന്നെ ന, അങ്ങനെ ജീവൻ. ഇതാണ് 6ാം ചോദ്യത്തിന്റെ ഉത്തരം. 7ാമത്തെ ക്വസ്റ്റ്യൻ. ഉഷ കാ അർത്ഥ്. ഉഷ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ഉഷ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? രാവിലെ, അതായത് പ്രഭാതം. അപ്പോൾ നമുക്ക് നോക്കാം, 7ാമത്തെ കള്ളിയിൽ നിന്നും താഴോട്ടാണ് നമുക്ക് ഉത്തരം എഴുതാനുള്ളത്. അപ്പോൾ അവിടെ പ്രഭാത് എന്ന് താഴോട്ട് എഴുതുക. ഇനി 8ാമത്തെ ക്വസ്റ്റ്യൻ. സുഖ ദുഃഖ് കിസ് വിധാ കി രചന ഹെ. അപ്പോൾ നമുക്കറിയാമല്ലോ, സുഖദുഃഖ് എന്നത് ഒരു കവിതയാണ്. കിസ് വിധാ കി രചന എന്ന് ചോദിച്ചാൽ ഏത് തരത്തിലുള്ള രചനയാണ്, എഴുത്താണ്. അപ്പൊ ഇതൊരു കവിതയാണ്. അപ്പോൾ യാതൊരു സംശയവുമില്ലാതെ 8 നിന്നും താഴോട്ട് നമുക്ക് എഴുതാം കവിത. അപ്പോൾ 8ാമത്തെ ക്വസ്റ്റ്യന്റെ ഉത്തരം നമുക്ക് കിട്ടി. ഇനി 9ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. യ നിരന്തർ കാ സമാനാർത്ഥി ഹെ. ഇത് നിരന്തർ എന്ന വാക്കിന്റെ സമാന അർത്ഥമുള്ള വാക്കാണ്. അതായത് നിരന്തരം എന്ന വാക്കിന് സമാനമായ കവിതയിൽ കൊടുത്തിരിക്കുന്ന വാക്ക് ഏതാണ് എന്നാണ് ഇവിടെ ചോദിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് എഴുതാനുള്ളത് 9 നിന്നും വലത്തേക്കാണ്. അപ്പോൾ ഇവിടെ ഓൾറെഡി നമുക്ക് 2ാമത്തെ കള്ളിയിലെ വിയും അവസാന കള്ളിയിലെ തായും കിട്ടിയിട്ടുണ്ട്. ബാക്കി നമുക്കറിയാമല്ലോ, കവിതയിൽ ഉപയോഗിച്ചിരിക്കുന്നത് അവിരത് എന്ന ശബ്ദമാണ്. അപ്പോൾ 9ാമത്തെ കള്ളിയിൽ ആ കൊടുക്കുക, 3ാമത്തെ കള്ളിയിൽ രായും കൂടെ കൊടുത്തു കഴിയുമ്പോൾ ആ ചോദ്യത്തിന് ഉത്തരം ആവും അവിരത്. ഇനി 10ാമത്തെ ചോദ്യം. യ കഭി നഹി ബോൾനാ ചാഹിയേ. ഇത് ഒരിക്കലും പറയാൻ പാടില്ല. എന്തായിരിക്കും? അപ്പോൾ ആ കള്ളിയിൽ നമുക്കിതുവരെ ഒരു വാക്കുകളും കിട്ടിയിട്ടില്ല. 10 നിന്ന് താഴേക്കാണ്. അപ്പോൾ അവിടെ ആകെ 2 കള്ളികളാണ് ഒഴിഞ്ഞു കിടക്കുന്നത്. അപ്പോൾ എന്തായിരിക്കും ഒരിക്കലും പറയാൻ പാടില്ലാത്തത്? കള്ളം. കള്ളത്തിന് ഹിന്ദിയിൽ എന്താണ് പറയാ? ഝൂട്ട്. അപ്പം ഇതിന്റെ ഉത്തരമാണ് ഝൂട്ട്. അപ്പോൾ നമ്മൾ 1 മുതൽ 10 വരെയുള്ള എല്ലാ ചോദ്യങ്ങളുടെയും ഉത്തരം എഴുതി പദപ്രശ്നം പൂരിപ്പിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ അവസാന ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. അവസാനത്തെ ചോദ്യം എന്താണ്? സുഖദുഃഖ കവിത കാ ആശയ ലിഖേ. സുഖദുഃഖ് എന്ന കവിതയുടെ ആശയം എഴുതുക. അപ്പോൾ നമുക്ക് ഈ കവിതയുടെ ആശയം നോക്കാം. സുമിത്രാനന്ദൻ പന്ത് ജി ദ്വാരാ ലിഖി ഗയി എക് സുന്ദർ കവിത ഹെ സുഖദുഃഖ്. സുമിത്രാനന്ദൻ പന്ത് ജി എഴുതിയ ഒരു സുന്ദരമായ കവിതയാണ് സുഖദുഃഖ്. ഇസ് കവിത മേ വേ കഹനാ ചാഹത്തെ ഹെ കി ജീവൻ സുഖദുഃഖ മിശ്രിത ഹെ. ഈ കവിതയിലൂടെ അദ്ദേഹം പറയാൻ ആഗ്രഹിക്കുന്നത് ഇതാണ്: ജീവിതം സുഖവും ദുഃഖവും ചേർന്നതാണ്. സുഖ ദുഃഖ കെ മിലൻ സേ ഹി ജീവൻ അപ്നാ അസ്ലി മുഖ് ഖോൽത്താ ഹെ. സുഖവും ദുഃഖവും കൂടിച്ചേരുമ്പോഴാണ് ജീവിതം അതിന്റെ യഥാർത്ഥ മുഖം തുറക്കുന്നത്. ജിന്ദഗി മേ സുഖ കെ ബാദ് ദുഃഖ് और ദുഃഖ കെ ബാദ് സുഖ് ആത്തെ രഹത്തെ ഹെ. ജീവിതത്തിൽ സുഖത്തിന് ശേഷം ദുഃഖവും
ദുഃഖത്തിന് ശേഷം സുഖവും വന്നുകൊണ്ടേയിരിക്കുന്നു. ഉൻകെ അനുസാർ നിരന്തർ സുഖ ഭി വേദന ഹെ और നിരന്തർ ദുഃഖ ഭി വേദന ഹെ. അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടിൽ നിരന്തരമായ ദുഃഖവും വേദനയാണ്, നിരന്തരമായ സുഖവും വേദനയാണ്. മാനവ് ജീവൻ മേ ദോനോ ബരാബർ രൂപ സെ ഹോനാ ചാഹിയെ. അതായത് മനുഷ്യ ജീവിതത്തിൽ സുഖവും ദുഃഖവും രണ്ടും തുല്യരൂപത്തിൽ ഉണ്ടാവേണ്ടതുണ്ട്. दिन रात में संसार सोते जागते रहने के समान हमारा जीवन भी सुख दुख में सोते जागते रहना चाहिए. അപ്പോൾ അദ്ദേഹം പറയുന്നത്, എപ്രകാരമാണോ രാത്രിയിൽ ഈ ലോകം ഉറങ്ങിയിരിക്കുന്നത്, അതുപോലെ പകലിൽ ഈ ലോകം ഉണർന്നിരിക്കുന്നത്, അതുപോലെ തന്നെ നമ്മുടെ ജീവിതവും സുഖത്തിലും ദുഃഖത്തിലും ഉണർന്നും ഉറങ്ങിയും ഇരിക്കണം എന്നാണ് കവി ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതായത് സുഖവും ദുഃഖവും നമ്മുടെ ജീവിതത്തിൽ ഒരുപോലെ ഉണ്ടാകേണ്ടത് ആവശ്യമാണ് എന്നാണ് കവി ഈ കവിതയിലൂടെ നമ്മളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ നമ്മൾ സുഖദുഃഖ് എന്ന കവിതയുടെ എല്ലാ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സും ചർച്ച ചെയ്തു കഴിഞ്ഞു. എല്ലാ ചോദ്യങ്ങളുടെയും ഉത്തരം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നുന്നുവെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. താങ്ക് യു.